തനിക്ക് അർബുദമാണെന്ന വാർത്ത സത്യമാണെന്ന് രേണുസുതി തുറന്നു പറഞ്ഞു. ക്യാൻസർ 3rd സ്റ്റേജ് ആയെന്നും ഹൃദയത്തിന്റെ മനസ്സിലേക്കും ശ്വാസകോശത്തിലേക്കും വ്യാപിച്ചു എന്നും അവസ്ഥ മോശമാണെന്നും താരം മൈൽ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു. രേണുവിന്റെ വാക്കുകളിലൂടെ ഇങ്ങനെ പറയുന്നത്: എന്റെ പ്രേക്ഷകരോട് എല്ലാം പറയാൻ സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടത് ശരിയാണ്, എനിക്ക് ക്യാൻസർ തന്നെയാണ്. ചിലർ തെറ്റിദ്ധരിക്കുന്നത് ദുബായിൽ വെച്ചാണ് സ്ഥിരീകരിച്ചത് എന്നാണ്. എന്നാൽ സത്യം അതല്ല. സ്ഥാനത്തിലെ മുഴ ആദ്യമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ആ മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയത്. അന്ന് ഞാൻ മുഴ കാര്യമായി എടുത്തില്ല. മുഴയ്ക്ക് നിറവ്യത്യാസം വന്നപ്പോഴും ഞാൻ കാര്യമാക്കിയില്ല. വീട്ടിലും പറഞ്ഞില്ല. അസുഖങ്ങൾ വന്നാൽ പൊതുവെ വീട്ടിൽ പറയാറില്ല. അവർ തന്നെ മനസ്സിലാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് വീട്ടുകാർ അറിഞ്ഞു. ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 16 വർഷം മുൻപ് നടന്ന കാര്യമാണ് അത്. ബയോപ്സിയും ചെയ്തു. ശേഷം ഡോക്ടർമാർ പറഞ്ഞു ഇപ്പോൾ വലിയ പ്രശ്നമില്ല എന്ന്. പക്ഷെ ഭാവിയിൽ ക്യാൻസർ ആകുമെന്ന് ഡോക്ടർമാർ അന്നേ പറഞ്ഞിരുന്നു. ആ സമയത്ത് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉണ്ടായിരുന്നു. ഓപ്പറേഷന് വേണ്ടത് അന്ന് നടുവിന് ഇഞ്ചക്ഷൻ എടുത്തു. ഒരുപാട് വേദന അനുഭവിച്ചു. ഒരു പേടി മൂലം മുഴ എടുത്തു കളയണമെന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. സൂചി കുത്തുക പോലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പേടിയാണ്. ഓപ്പറേഷന് വളരെയധികം ഭയമായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ സ്ഥാനത്തിന്റെ ആകൃതിയിൽ വ്യത്യാസം വന്നതായി തോന്നി. ഡോക്ടറെ കാണിച്ചു. അദ്ദേഹം സംശയം തോന്നി സ്കാൻ ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. സ്കാനിന് ശേഷം മാമോഗ്രാം ചെയ്തു. വേദനയില്ലാതെ മുഴയായതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി അധികം ചിന്തിക്കാറുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. മാമോഗ്രാമിന് ശേഷം ബയോപ്സി എടുത്തു. അതിൽ ക്യാൻസർ ആണെന്ന് വ്യക്തമായി. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായി. കരയാൻ പോലും കഴിയുന്നില്ല. പക്ഷെ ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. അവർ വിഷമിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. മാനേജ് കരിഷ്മയാണ് എന്റെ പെരുമാറ്റത്തിലെ വ്യത്യാസം കണ്ട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചത്. അവളാണ് എന്റെ ചേച്ചിയും വീട്ടുകാരോടും അസുഖ വിവരവും തുറന്നു പറഞ്ഞത്. ശേഷം പരുമല ആശുപത്രിയിൽ സ്കാനിങ് എടുക്കാൻ പോയി. അവിടെ വെച്ചാണ് എന്റെ അസുഖ വിവരം ലീക്കായത്. അങ്ങനെ ചില യൂട്യൂബേഴ്സിൽ നിന്ന് അറിഞ്ഞതും വീഡിയോ ചെയ്തതും എല്ലാം തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രയും അധികം ആളുകൾ അറിയാൻ കാരണം. ക്യാൻസർ ആണെന്ന് വീട്ടിലറിഞ്ഞാൽ അവർ എന്നെ ഷൂട്ടിന് വിടില്ല. ക്യാൻസർ ആണെന്ന് ചികിത്സിക്കാൻ എനിക്ക് പണം ആവശ്യമായിരുന്നു. അതാണ് വീട്ടിൽ അറിയാത്തിരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പിന്നീട് കാണിച്ചത്. അവിടെ വെച്ച് നിരവധി പരിശോധനകളും സ്കാനിങ്ങും നടത്തി. 2 ആഴ്ച മുൻപാണ് ക്യാൻസർ ആണെന്ന് അവർ സ്ഥിരീകരിച്ചത്. 3rd സ്റ്റേജ് ക്യാൻസറായി. അന്നേ ചികിത്സിക്കുകയാണെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. കുറച്ച് മോശം അവസ്ഥയിലാണ്. സ്ഥാനത്ത് നിന്നും അത് കക്ഷത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. ഹൃദയത്തിന്റെ മനസ്സിലോട്ടും ശ്വാസകോശത്തിലേക്കും വ്യാപിച്ചു. എന്നെ പോലെ ക്യാൻസർ മൂലം വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് മാതൃകയാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കരയാൻ കഴിയില്ല എന്നും രേണുസുതി പറയുന്നു. ക്യാൻസർ ആണെന്ന് അഭ്യൂഹങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിരവധി പേർ രേണുവിന് പ്രാർത്ഥനകൾ എത്തിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. രേണുസുതിന്റെ ക്യാൻസർ വാർത്തയോട് പ്രതികരിച്ച് നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. രേണുസുതിയുടെ ഇത്തരം അവസ്ഥ എത്രയും പെട്ടെന്ന് മാറി പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് രേണുസുതി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോക്ക് താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.